അങ്ങനെ നമ്മുടെ ആര്യം ഇത്രേ കളിയാക്കുന്നുണ്ട്. നീ ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴേക്കും എൻ്റെ അമ്മയും അച്ഛനും ഇങ്ങനെ വന്ന് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മിത്ര പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ ഞാൻ വിളിക്കൊന്നും വേണ്ട, നാളെ എൻ്റെ അച്ഛൻ എന്നെ വന്ന് കൊണ്ടുവരാൻ വരും, എന്തായാലും ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഇറങ്ങിപ്പോകുന്നു പറയുന്നുണ്ട് മിത്ര. ഓ നോക്കാലോ എന്ന് പറഞ്ഞിട്ട് ആര്യം കടന്നുറങ്ങുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മിത്രയുടെ അമ്മയും അച്ഛനും വന്നിട്ട് ഗോമതിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ മിത്രയെ കൊണ്ടുപോകാൻ വന്നതാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗോമതി പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും ഏട്ടാ, അത് അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മീനാക്ഷിയും പറയുന്നുണ്ട്, അവൾ ആര്യൻ്റെ ഭാര്യയല്ലേ, അവൾ ഇവിടെയല്ലേ ജീവിക്കേണ്ട, അവളെങ്ങനെ കൊണ്ടുപോകുക ശരിയാവുക എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് മിത്ര അത് കേട്ടുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് മിത്രോട് നമ്മുടെ അനന്തൻ പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നതാ മോളെ, നീ ഞങ്ങളുടെ ഒപ്പം വരണം, നീ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും, നീ എന്തായാലും ഞങ്ങളുടെ കൂടെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, അതെങ്ങനെ നന്ദിൻ്റെ ശരിയാവും, അവൾ ഇവിടെ അല്ലേ ജീവിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മിത്ര വേഗം പോയി പെട്ടിയിൽ അവളെ ഡ്രസ്സൊക്കെ എടുത്ത് ഒരുക്കി വെക്കേണ്ടത്. എന്തായാലും അവൾ പോകാൻ തന്നെ തീരുമാനിച്ചിട്ട് എല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ആര്യനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആര്യനാണെങ്കിൽ തടയാനും പറ്റില്ല, കാരണം രണ്ടാളും കൂടി അടി കൂടിയതല്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ആര്യനും നിൽക്കുന്നുണ്ട്. അവൾ പൂവോ വിചാരിച്ചിട്ട് പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.